അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് പിന്തുണ നൽകി ഇറാന്റെ ആണവ നിലയങ്ങളെ അമേരിക്ക ആക്രമിച്ചതിന് ശേഷം ഇസ്രായേലിന് നേരെ വളരെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളാണ്, മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസവും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഊർജോൽപാദന മേഖലകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ പായുകയും അത് ലക്ഷ്യം കാണുകയും ചെയ്തു എന്നതാണ്. ഇറാൻ അവരുടെ ആക്രമണ തോത് ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഇസ്രായേലിന്റെ സാധാരണ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുള്ളത്. ഇതിന് രണ്ട് കാരണങ്ങൾ പ്രത്യക്ഷമായും ഇറാന്റെ ഈ ആക്രമണങ്ങൾ വീര്യം ഇറാൻ നിലവിൽ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് മാറാൻ രണ്ട് കാരണങ്ങളാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകളായി പുറത്തു വരുന്നത്. ഒന്നാമത്തെ കാരണം, ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അഥവാ ഇസ്രായേലിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആദ്യഘട്ടത്തിൽ തുടങ്ങിയതിനു ശേഷം ഇതൊരു നീണ്ട പ്രക്രിയ ആയിരിക്കുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ ഉള്ളത്. നിലവിൽ ഈ യുദ്ധം തന്നെ കുറെ കാലം നീട്ടിക്കൊണ്ടുപോയാൽ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും തളർത്താൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ ആ തളർത്തലിലൂടെ വെടിനിർത്തൽ കരാറിലൂടെ ഗസയിലെ വെടിനിർത്തൽ കരാറടക്കമുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും വിഭിന്നമായി ഇന്നത്തെ ദിവസം വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും കുറവായിരുന്നു. പകരം പരിമിതമായ ആക്രമണങ്ങളാണ് ഇന്ന് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹോർമിസ് കടലിടുക്ക് ഇറാൻ അടക്കുമെന്നുള്ള വലിയ രീതിയിലുള്ള അത്തരം ആശങ്കകൾ ലോകത്ത് നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു അമേരിക്കൻ ആക്രമണത്തിന് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യം വെക്കുമെന്നുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇറാൻ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങളെയും ലക്ഷ്യം വെക്കുന്നില്ല. പക്ഷേ കൃത്യമായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട കക്ഷിയായ യുദ്ധത്തിന്റെ തന്റെ കാരണക്കാരനായ ഇതിലെ മിഡിൽ ഈസ്റ്റിന്റെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രായേലിനെ മാത്രമാണ് ഇറാൻ നിലവിൽ ലക്ഷ്യം വെക്കുന്നുള്ളത്. കാരണം ഇറാന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന്. കാരണം ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഇടപെടുന്നുള്ളത്. വെസ്റ്റേൺ രാജ്യങ്ങളായ ബ്രിട്ടനും ജർമ്മനിയും അടക്കം ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് വേണ്ടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേൽ ആണ് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇറാൻ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും അമേരിക്കൻ യുദ്ധക്കപ്പലിനെയോ അല്ലെങ്കിൽ അമേരിക്കൻ ബേസ് ക്യാമ്പുകളെയോ ലക്ഷ്യം വെക്കാതെ ഇറാൻ ഇസ്രായേലിനെ തന്നെ ലക്ഷ്യം വെക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വ്യോമാക്രമണം, അമേരിക്ക ഇറാനിൽ നടത്തിയ ഈ ഒരു ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങൾ അത് എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഈ ആണവ നിലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തിയെന്ന് അമേരിക്ക ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടു. പിന്നീട് ഇറാനിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇതുണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് പറഞ്ഞത് ഞങ്ങൾ പരിമിതമായ ആക്രമണമാണ് ഇറാന് നേരെ നടത്തിയിരിക്കുന്നത്. അവരുടെ ആണവ ഊർജോൽപാദന രംഗത്ത് ആണവായുധം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നും അത് ലക്ഷ്യം കണ്ടു എന്നുള്ള പ്രസ്താവനയാണ് അവിടെ വന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ അളവും തോതും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള ആക്രമണമായിരിക്കുമെന്നുമുള്ള ആ ഒരു രീതിയിൽ ഇറാൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അമേരിക്ക നടത്തിയത് എന്നുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും
ഇസ്രായേലിനെ ഒരു നിലക്കും വിടാതെയുള്ള ഇറാനിയൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ തിരിച്ചും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്ത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ചെറിയൊരു രാജ്യത്ത് ഇറാനെ പോലെയല്ല. ഇറാന് നിരവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. ലോകത്തിലെ 10 വർഷത്തോളം സദ്ദാമിനെ അമേരിക്ക നേരത്തെ ഉപയോഗപ്പെടുത്തി ഇറാന് നേരെ തിരിച്ചുകൊണ്ട് 10 വർഷത്തോളം ഇറാനും ഇറാഖും പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 വർഷത്തോളം ഇത്രയൊന്നും സംവിധാനമില്ലാത്ത ഒരു സമയത്ത് അമേരിക്കയുടെയും പശ്ചാത്തല രാജ്യങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി സദ്ദാം ഇറാന് നേരെ തിരിഞ്ഞിട്ട് പോലും ഇറാന് അതിനെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് അവരുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുന്നുവോ അത്രയും കാലം തുടർന്നു പോകാൻ, അത്രയും കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു വിഭവശേഷി, ഒരു പരിചയ സമ്പന്നത ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള അവരുടെ സമീപനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ പൊതുവായി ലോകം കരുതി വെച്ചിരുന്നത് ഈ ഇസ്രായേലിന്റെ അയൺ ഡോമിനും അമേരിക്കയുടെ താഡ് സംവിധാനങ്ങൾക്കും മറ്റു ആരോ സംവിധാനങ്ങൾക്കും ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായിട്ടും തടുത്തു നിർത്താൻ കഴിയുന്ന ആയുധങ്ങൾ അത്രമാത്രമേ ഇറാന്റെ കയ്യിൽ ഉണ്ടാകൂ എന്നുള്ള ധാരണ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഈ ആക്രമണത്തിന്, ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിലേക്ക് ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ അത് അങ്ങനെയല്ല എന്നും ഇറാന് അവരുടേതായ കഴിവുകൾ ഉണ്ട് എന്നും വ്യക്തമാവുന്ന സാഹചര്യമാണ്. അയൺ ഡോമിനെയും താഡ് സംവിധാനത്തെയും ആരോവിനെയും മുഴുവൻ ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയും ബ്രിട്ടീഷ് അമേരിക്കൻ യുദ്ധക്കപ്പലുടെ അവരുടെ വ്യോമത്താവളങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഈ ഒരു ആക്രമണം ഇസ്രായേലിലെ ടെൽ അവീവിലും ഹൈഫയിലും ജെറൂസലേമിലും വിവിധ ഇസ്രായേലി നഗരങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മൊസാദിന്റെ ആസ്ഥാനത്തെ സൈനിക ആസ്ഥാനങ്ങളെ, ഊർജോൽപാദന കേന്ദ്രങ്ങളെ കൃത്യമായിട്ട് നിശ്ചയിച്ചുകൊണ്ട് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആക്രമണം നടത്താൻ ഇറാൻ എന്ന രാജ്യത്തിനും അവിടുത്തെ വ്യോമസേനയ്ക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇറാന് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ഡാറ്റ അവരുടെ കൈകളിലുണ്ട്. അവർ കൃത്യമായിട്ട് അത് ചോർത്തിയെടുത്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ എന്താണെന്നും യുദ്ധതന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടുള്ള മറുതന്ത്രങ്ങളാണ് ഇറാൻ യഥാർത്ഥത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവരുടെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെ, സൈനിക കമാൻഡർമാരെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട് പകരം പുതിയ ആളുകളെ പുനഃസ്ഥാപിച്ച് നിമിഷ നേരം കൊണ്ട് പ്രത്യാക്രമണം നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സമീപകാല സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ലോകക്രമത്തിൽ ഇറാൻ എന്നുള്ള രാജ്യത്തിന്റെ പ്രസക്തി കൂടുതൽ കരുത്തോടെ, കൂടുതൽ മുമ്പോട്ടോടെ ലോകത്തിന് മുമ്പിൽ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ ആവിഷ്കാര പദ്ധതികളുമായി മുമ്പോട്ട് പോകാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ലോകക്രമത്തിൽ ഇറാന്റെ സ്ഥാനം വളരെ നിർണായകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തിയ ആക്രമണങ്ങളും കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളും മൂലം അവിടുത്തെ ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ്. പൂർണ്ണമായിട്ടും ബങ്കറുകളിലും അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കേന്ദ്രങ്ങളിൽ മാത്രം നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഇസ്രായേലി ജനത. ആയിരക്കണക്കിന് ആളുകൾ സൈപ്രസിലേക്കും അവരുടെ മറ്റു നാടുകളിലേക്കും അവിടെ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യം വിട്ട്, ഇസ്രായേൽ എന്ന അവരുടെ അധിനിവേശ രാജ്യം വിട്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ നേരിടാത്ത ഏറ്റവും വലിയ തിരിച്ചടികളിലൂടെയാണ്, ഏറ്റവും വലിയ സങ്കീർണതകളിലൂടെയാണ്, ഏറ്റവും വലിയ ആശങ്കകളിലൂടെയാണ് ആ രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അതിജീവനം എത്ര കാലം നിലനിൽക്കുമെന്ന് അമേരിക്കൻ പിന്തുണയോടെ, മറ്റു പശ്ചാത്തല രാജ്യങ്ങളുടെ പിന്തുണയോടെ എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2023 ഒക്ടോബറിൽ ഹമാസ് തുടങ്ങി വെച്ച തൂഫാൻ അക്സയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇത് മാറുകയാണ്. പുതിയ ആളുകൾ രംഗത്ത് വരികയാണ്, പുതിയ ലോകക്രമം രൂപപ്പെടുകയാണ്, പുതിയ സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുകയാണ്.
ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇന്നും കൂട്ടക്കൊല ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നുണ്ടെങ്കിലും അവിടെ വംശഹത്യകൾ തുടരുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയാൽ പോലും ഇസ്രായേലിന്റെ ഭാവി എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഒരു അധിനിവേശ രാഷ്ട്രം അവർ അധിനിവേശം നടത്തി ഭൂമി കയ്യേറി തങ്ങളുടെ രാജ്യം സ്ഥാപിച്ചത് കൊണ്ട് അത് ദീർഘകാലം നിലനിൽക്കില്ല എന്നും സ്വന്തമായ ഒരു രാജ്യവും അവിടുത്തെ ഒരു അസ്തിത്വവും ഉണ്ടാക്കി ആ രാജ്യങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ എന്നും ഫലസ്തീനിയൻ സ്വാതന്ത്ര്യ പോരാട്ടം അതിന്റെ ലക്ഷ്യം കാണുമെന്ന് തന്നെയാണ് നിലവിലുള്ള ലോക സാമൂഹിക സാഹചര്യത്തിൽ നിന്നും വ്യക്തമാവുന്നുള്ളത്.